ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ട്രെയിലർ ലീക്കായിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക ഈസ് ബാക്ക്. സത്യം പറഞ്ഞാൽ ഞാനോ നിങ്ങളോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വരുന്നു. കാരണം അത്രയും പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു. ബട്ട് നമുക്കറിയാം ആ എൻഡിങ്ങിൽ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക അദ്ദേഹത്തിന് ഷീൽഡ് ഫാൽക്കൺ കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ഏറ്റവും മോശം ഡിസിഷൻ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആ ഷീൽഡ് ഡിസേർവ് ചെയ്യുന്ന വേറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. US ഏജൻറ്റ് കൊടുക്കായിരുന്നു, ബക്കിക്ക് കൊടുക്കായിരുന്നു. പക്ഷെ അതൊന്നും കൊടുക്കാതെ കറക്റ്റ് ആ ഫാൽക്കണ് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ നടക്കുന്ന ഹോളിവുഡ് ഒരു പ്രൊപ്പഗാൻഡയാണ്. അതായത് ബ്ലാക്കായ ആക്ടേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളൊരു പ്രൊപ്പഗാൻഡ. അതാണ് അന്ന് അവിടെ നടന്നത്. പക്ഷേ നമുക്കറിയാം ക്യാപ്റ്റൻ അമേരിക്ക 4 ഞാൻ പറയുന്നില്ല, ഫാൽക്കൺ മൂവിയിൽ എൻഡിങ്ങിൽ പറയുന്നുണ്ട് ക്യാപ്റ്റൻ അമേരിക്ക വിൽ റിട്ടേൺ. സത്യം പറയുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക വിൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഫാൽക്കൺ ആണല്ലോ തിരിച്ചു വരാമെന്ന് നമ്മളെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, OG ക്യാപ്റ്റൻ അമേരിക്ക തന്നെ തിരിച്ചു വരാൻ പോവാണ്. ഇതെങ്ങനെ തിരിച്ചു വരുന്നുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതെന്താ വെച്ചാൽ എൻ ഗെയിമിൻ്റെ ലാസ്റ്റ് ഈ സ്റ്റോൺസൊക്കെ തിരിച്ചുകൊണ്ട് വെച്ച ശേഷം ക്യാപ്റ്റൻ അമേരിക്ക നേരെ പെഗ്ഗീൻ്റെ കൂടെ പോയി ഒരു ഫാമിലി ആയിട്ട് താമസിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം അവർക്കൊരു കുട്ടിയും കൂടി ആയെന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ടൈം ലൈനിൽ ചില ചേഞ്ചസ് വരും. ആ ചേഞ്ചസിലൂടെ ഈ ടോണി സ്റ്റാർക്ക് എന്ന നമ്മുടെ അയൺമാൻ, നമ്മുടെ ടൈം ലൈനിൽ 2008 അയൺമാൻ റിലീസ് ചെയ്തത്. ആ സമയത്ത് ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് അയൺമാൻ്റെ സ്യൂട്ട് ഉണ്ടാക്കി അയൺമാൻ എന്നൊരു ലോകത്ത് രക്ഷിക്കുന്ന ഒരാളായി മാറുന്ന ടോണി സ്റ്റാർക്ക് ക്യാപ്റ്റൻ അമേരിക്ക ഈ ടൈം ലൈനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് തന്നെ ശരിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ അയൺമാൻ ആയി മാറേണ്ടിരുന്ന ടോണി സ്റ്റാർക്ക് ഇപ്പോൾ ആയി മാറാൻ പോകുന്നത് ഡോക്ടർ ഡൂം എന്നൊരു കഥാപാത്രമായിട്ടാണ്. നമ്മൾ കണ്ടിരുന്ന ഹീറോ ക്യാപ്റ്റൻ അമേരിക്ക ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് ഒരു വില്ലനായി മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ട്രെയിലർ വരാൻ പോകുന്നത് തോറിൻ്റെയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.